ഹലോ ഗായ്സ്, വെൽക്കം ടു SMVA ടെക്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായിട്ട് സെൻസസ് ആരംഭിക്കുകയാണ്. അപ്പോൾ അത് ഡിജിറ്റലായി ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ ചോദിക്കാവുന്ന ഒരു 34ഓളം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് അവർ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇനി അവർ വരുമ്പോൾ ഈ ചോദ്യങ്ങൾ എന്തൊക്കെ ആയിരിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2011 ശേഷമുള്ള ആദ്യത്തെ ഒരു സെൻസസ് കണക്കെടുപ്പാണ് ഇപ്പോൾ ഈ ജൂലൈ 1 നടക്കാൻ പോണത്. അപ്പോൾ വരുന്ന ഉദ്യോഗസ്ഥരുമായി നിങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ വിവിധ വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതും ഒപ്പം ഓരോ പ്രദേശങ്ങളിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും ഈ സർവേ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇത് ഡിജിറ്റലായിട്ട് കംപ്ലീറ്റ് ചെയ്തവരുണ്ടായിരിക്കും. സെൽഫ് എന്യൂമറേഷൻ ഡിജിറ്റലായി കംപ്ലീറ്റ് ചെയ്തവർ അവർക്കെല്ലാവർക്കും ഒരു സെൽഫ് എന്യൂമറേഷൻ ID ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ID H തുടങ്ങുന്ന 11 അക്കമുള്ള ഒരു ID നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ID ആണ് നിങ്ങൾ വരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഭൂരിഭാഗം പേരും ഇപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ഒന്നും ഡിജിറ്റലായിട്ട് കംപ്ലീറ്റ് ചെയ്തവരുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ ചോദിക്കാവുന്ന 34ഓളം ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെൻസസ് ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വരി നമ്പർ, കെട്ടിട നമ്പർ, സെൻസസ് വീടിൻ്റെ നമ്പർ, സെൻസസ് വീടിൻ്റെ നിലത്തിന് ഉപയോഗിച്ച പ്രധാന സാമഗ്രി, സെൻസസ് വീടിൻ്റെ ഭിത്തിക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി, സെൻസസ് വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി, സെൻസസ് വീടിൻ്റെ ഉപയോഗം, ഈ സെൻസസ് വീടിൻ്റെ അവസ്ഥ, കുടുംബത്തിൻ്റെ നമ്പർ, ഈ കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ ആകെ എണ്ണം, കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ നാഥയുടെ പേര്, കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ നാഥയുടെ ലിംഗഭേദം, പട്ടികജാതിയോ പട്ടികവർഗമോ മറ്റുള്ളവരോ, വീടിൻ്റെ ഉടമസ്ഥത ഏത് തരത്തിലാണ് തുടങ്ങിയ കാര്യങ്ങൾ, താമസിക്കുവാൻ ഈ കുടുംബത്തിന് മാത്രമായി കൈവശമുള്ള മുറികളുടെ എണ്ണം, ഈ കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം, കുടിവെള്ളത്തിൻ്റെ പ്രധാന സ്രോതസ്സ്, കുടിവെള്ള സ്രോതസ്സിൻ്റെ ലഭ്യത, വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സ്, കക്കൂസിൻ്റെ ലഭ്യത, കക്കൂസിൻ്റെ തരം, അഴുക്കുവെള്ള കുഴൽ ബന്ധിപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, പരിസരത്തിൽ ലഭ്യമായ കുളിക്കുവാനുള്ള സൗകര്യം, LPG അല്ലെങ്കിൽ PNG എന്നിവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം, റേഡിയോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത, ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ, ടെലിഫോൺ ഓർ മൊബൈൽ ഫോൺ ഓർ സ്മാർട്ട് ഫോൺ, സൈക്കിൾ ഓർ മോട്ടോർ സൈക്കിൾ തുടങ്ങിയവ ഉണ്ടോ എന്ന കാര്യം, കാർ ഓർ ജീപ്പ് ഓർ വാൻ, കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം, മൊബൈൽ നമ്പർ. അപ്പോൾ ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ വരുന്ന ഉദ്യോഗസ്ഥർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഒപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യവും വ്യക്തവുമായി ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ജൂലൈ 1 30 ഇടയിൽ നമ്മുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.